സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒഴിവുകൾ നികത്താതെ ആരോഗ്യവകുപ്പ്. സർക്കാർ ആശുപത്രികളിൽ 2000 നഴ്സുകളുടെ കുറവാണ് നിലവിലുള്ളത്. ജൂനിയർ റെസിഡന്റുമാർ, സീനിയർ റെസിഡന്റുമാർ എന്നിവരെ നിയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നത്. സംസ്ഥാനത്ത് സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടരുന്നതിനാൽ ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്നാൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിന് ആനുപാതികമായി ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കുന്നില്ല. 60 വർഷം മുൻപുള്ള സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാത്തതിനാൽ കിടത്തി ചികിത്സയുള്ള സർക്കാർ ആശുപത്രികളിൽ കിടക്കകളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരില്ല. 20,000 നഴ്സുമാർ വേണ്ടിയെടുത്ത് നിലവിലുള്ളത് 12,000 പേർ മാത്രമാണ്. ആശുപത്രി വികസന സമിതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയും കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയോഗിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. മെഡിക്കൽ കോളേജുകളിൽ ജൂനിയർ റെസിഡന്റുമാർ, സീനിയർ റെസിഡന്റുമാർ എന്നിവരെ നിയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നത്. വിവിധ താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ ഡോക്ടർമാരില്ലാതെ ചികിത്സ വൈകുന്നുവെന്ന വ്യാപക പരാതികളും നിലനിൽക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.